കിങ്ഡം ഓഫ് ഡെൻമാർക്ക് എന്ന് പറഞ്ഞ് കേൾക്കാനോ അറിയാത്തവരായിട്ടുള്ള ആരും ഒരു പക്ഷേ ഉണ്ടാവില്ല എന്ന് തോന്നൂല. പക്ഷെ ചില ആളുകളൊന്നും ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവുക, ചിലപ്പോൾ ആദ്യമായിട്ടാകും കാണുന്നുണ്ടാവുക. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള കേട്ടോ, കാരണം ഞാനും ആദ്യമായിട്ടാട്ടോ ഡെൻമാർക്കിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുൻപത്തെയുള്ള വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഇത് ആ വീഡിയോൻ്റെ ഒരു അടുത്ത പാട്ടാണെന്ന് കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ ആ വീഡിയോൻ്റെ പാർട്ടായിട്ട് തന്നെയാണ്, അടുത്ത പാർട്ടായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് 2 മണിക്ക് ഇറങ്ങിയ സമയത്ത് നല്ല മഴയായിരുന്നു. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടെ ഡെൻമാർക്കിലേക്ക് സിറ്റിയിലേക്ക് പോകുന്നതിനുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ ഞാൻ ആദ്യമേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ചെറിയ ചെറിയ ഭാഗങ്ങളും കൂടെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ വന്നു. ബസ് സ്റ്റോപ്പിൽ കുറച്ച് നേരം നിന്നതിന് ശേഷം SMS ബസ് കിട്ടി കേട്ടോ. എൻ്റെ പുറകിലിരിക്കുന്ന ആൾ കണ്ടില്ല, നല്ല മഞ്ഞക്കോട്ടൊക്കെ ഇട്ട് നല്ല പാവക്കുട്ടി പോലെയല്ലേ ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ SMS വന്നിറങ്ങി കേട്ടോ. അപ്പം ഞാൻ ആ വണ്ടിയിൽ തന്നെ ഒരു സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അതിൽ നമ്മൾ പ്രസ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ബസ് അവിടെ നിൽക്കും കേട്ടോ, ഡ്രൈവർ നിർത്തി തരും. ഇത് പിന്നെ നിർത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. കറക്റ്റ് SMS എത്തി കഴിഞ്ഞപ്പോൾ SMS എന്ന് പറഞ്ഞാൽ ഷോപ്പിംഗ് മോളാണ് നമ്മുടെ ഡെൻമാർക്കിലുള്ളത്. അപ്പോൾ അവിടേക്ക് കേട്ടോ ഞങ്ങൾ 3 പേരും കൂടെ പോകുന്നത്. അപ്പോൾ നല്ല മഴ എന്ന് പറഞ്ഞാൽ അടിപൊളി മഴയാണ് കേട്ടോ. പിന്നെ ഇത് റോഡ് സൈഡിലെല്ലാം മഞ്ഞ പൂക്കളുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ആ റോഡ് സൈഡ് ഫുള്ള് അങ്ങനെയുണ്ട്. അങ്ങനെ മഴ നനഞ്ഞ് തന്നെ അങ്ങ് കയറി കേട്ടോ. നമുക്കത്ര വലിയ ഒത്തിരി ഒന്നുമല്ലല്ലേ മഴ കൊണ്ടിട്ടല്ലേ. അങ്ങനെ ഞങ്ങൾ SMS ഗേറ്റ് കിടന്ന് എൻട്രൻസിലേക്ക് കയറിയപ്പോൾ ഞങ്ങൾ മാത്രമല്ല കേട്ടോ നനഞ്ഞിട്ടൊന്നും വരുന്നത്. ഒരുപാട് ആൾക്കാർ നനഞ്ഞിട്ട് വരുന്നുണ്ട്. പക്ഷെ അവരെല്ലാവരും റെയിൻകോട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഏകദേശമൊക്കെ നനഞ്ഞ് ഇതായി. പക്ഷെ നമ്മൾ അങ്ങനെ ഡ്രസ്സ് നനയാൻ മാത്രം അങ്ങനെ നനയുന്ന ഒരു മഴയല്ല കേട്ടോ. അങ്ങനെ മഞ്ഞുതുള്ളി പോലെ ഇങ്ങനെ പെയ്യുന്ന വലിയ കനവില്ല. അതെന്നാൽ നല്ല മഞ്ഞുതുള്ളി പോലെ ഇങ്ങനെ മഞ്ഞിങ്ങനെ ചെറിയ കണങ്ങളായിട്ട് വീഴൂലേ, അതുപോലെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടും ഞങ്ങൾ കുറച്ച് കൂടെ ഉള്ളവർക്ക് കുറച്ച് സ്നാക്സ് കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നു. എനിക്ക് പിന്നെ ഇപ്പം നാട്ടിൽ നിന്ന് വന്നാലുണ്ട് അധികം ഒന്നും മേടിക്കാനില്ലായിരുന്നു. അപ്പം പിന്നെ ഞാൻ ജസ്റ്റ് ഫണ്ടിന് വേണ്ടിയിട്ട് 2-3 കണ്ണാടിയൊക്കെ വെച്ച് ഇങ്ങനെ നോക്കി കേട്ടോ. സൺഗ്ലാസ് അപ്പം അതൊന്നും നമുക്ക് ചേരില്ല. എൻ്റെ കയ്യിൽ സൺഗ്ലാസ് ഉണ്ട്, പക്ഷേ ഞാനത് ഉപയോഗിക്കില്ല കേട്ടോ. നമ്മൾ സൺഗ്ലാസും ഞാനും ഒരേ കളറാവാകാനുണ്ട്, പിന്നെ ഞാൻ കൂടുതൽ അത് ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി നിൽക്കുന്നവരുടെ കൂടെ ഞാനും കൂടെ നിന്നു. അപ്പോൾ പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ എല്ലാ സാധനം കിട്ടും. ഇങ്ങനെ ലിക്കർ സാധനങ്ങൾ അവർ വെളിച്ചെണ്ണ ഓയിലൊക്കെ വെക്കുന്ന പോലെ കേട്ടോ അവരിങ്ങനെ വെച്ചിരിക്കണേ. പിന്നെ ആ മോളിൽ തന്നെ ഒരു കിഡ്സിൻ്റെ ഒരു ഏരിയയിലേക്ക് ഞങ്ങൾ പോയേ. കിഡ്സിൻ്റെ ഏരിയയിൽ ഒത്തിരി കാണാനുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ ശരിക്കും ഇതൊരു സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കറണ്ടിൽ, പക്ഷെ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ കുട്ടികൾക്കൊക്കെ നല്ല ആസ്വദിക്കാം. പിന്നെ നമ്മുടെ ആന പോലത്തെ ആനയൊന്നല്ല കേട്ടോ, അത് ഏതോ നാട്ടിലൊരു ആനയായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിൻ്റെ അടുത്ത ഭാഗം ഞാൻ അടുത്ത പാർട്ടായിട്ട് ചെയ്യാം. ഇതിലും അതിമനോഹരമായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളും വീഡിയോസൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്താനുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കുട്ടികളൊക്കെ ഉള്ള ആരെങ്കിലുമൊക്കെ ഉള്ള വീട്ടിൽ ആരെങ്കിലും ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.